സ്വയം പ്രഖ്യാപിത ഫലസ്തീൻ രാഷ്ട്രത്തിനു വേണ്ടി ഇറാനിൽ നീക്കുപോക്കുകൾ നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. നിലവിൽ ലോകം അനുഭവിക്കുന്ന യുദ്ധത്തിൻ്റെ കെടുതിയും പ്രശ്നങ്ങളുമെല്ലാം ഫലസ്തീൻ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ അതിൻ്റെ നയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സ്വതന്ത്രത്തിന് വേണ്ടി തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദർശനത്തിൽ നിന്നോ കാഴ്ചപ്പാടിനോ തങ്ങൾ മാറിയിട്ടില്ലെന്നും ആ രൂപത്തിലേക്ക് തങ്ങൾ ഇതിനെ എത്തിക്കാൻ പോവുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പ്രാദേശികമായിട്ടെങ്കിലും ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്. അതിനോട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സ്വയം പ്രഖ്യാപിത ഫലസ്തീൻ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വയം പ്രഖ്യാപിത ഇസ്രായേൽ രാഷ്ട്രമാണ് 1948 ഉണ്ടായത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വേറെ ഏതെങ്കിലും രാജ്യം സ്വതന്ത്രമായിട്ട് പ്രഖ്യാപിച്ചൊന്നുമല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരുന്നത്. അപ്പോൾ അവരിൽ നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരങ്ങോട്ട് പ്രഖ്യാപിച്ചാണ്. ബെൻഗൂരിയനാണ് 1948 കാലഘട്ടത്തിൽ ഇസ്രായേലിനെ സ്വതന്ത്ര രാഷ്ട്ര പദവി അല്ല രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അത് ബ്രിട്ടൻ പിന്തുണക്കുന്നു, പിന്നീട് അത് UN സഭ അംഗീകരിക്കുന്നു. അങ്ങനെ പോകുന്നു അതിൻ്റെ ചരിത്രം. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുക വെറും പ്രഖ്യാപനം മാത്രമല്ല, അതിന് സായുധപരമായിരിക്കുന്ന സഹായങ്ങൾ രഹസ്യമായിട്ട് നൽകുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നു എന്ന തരത്തിലാണ്. അതോടനുബന്ധിച്ചിട്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ ചില മുന്നറിയിപ്പുകൾ നൽകുന്നു. ഈ മുന്നറിയിപ്പുകൾ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ ദുരിത ഫലങ്ങൾ അനുഭവിക്കും. നിങ്ങൾ പടുത്തുയർത്തിയ സംവിധാന കാര്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗ കാര്യങ്ങളോ ഇല്ലാത്ത തരത്തിലായിരിക്കും ഇറാൻ്റെ നിലപാട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അഥവാ നിങ്ങൾ ഞങ്ങളുടെ ചാരവലയത്തിലാണ്. അമേരിക്കയുടെ സമ്പൂർണമായ ശത്രുവാണ് ഇറാൻ എന്ന് പറയുന്നത്. അത് ഞങ്ങൾ ഒന്നുകൂടി സ്ഥിരപ്പെടുത്തുന്നു. അപ്പോൾ ഇസ്രായേലിന് അത് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. രണ്ടും ഒന്നായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അവരെ സഹായിക്കുന്ന രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. അഥവാ അമേരിക്കയും ഇസ്രായേലും തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങളുടെ ശത്രു രാജ്യമായി മാറുന്ന പോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ അവരെ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ടെങ്കിൽ അവരും തത്തുല്യമായിട്ട് ഞങ്ങളുടെ ശത്രു രാജ്യം തന്നെയാണ്. അപ്പോൾ അതിനും തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് അറേബ്യൻ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ ആക്രമിക്കപ്പെട്ടത് എന്ന് ചുരുക്കം. സർവ്വ മേഖലയിലും അമേരിക്കയുടെ പിന്മാറ്റം അനിവാര്യമാണ്. അതായത് അറേബ്യൻ മേഖലയെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സർവ്വ മേഖലയിൽ നിന്നും അവരെ മാറ്റണം. അങ്ങനെ ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇസ്രായേൽ ഒറ്റപ്പെടും. ഇസ്രായേലിൻ്റെ ധൈര്യം ശക്തി എങ്ങനെയാണ്? അറേബ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക ബേസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഒറ്റയ്ക്ക് ചാരി നിൽക്കാൻ വേണ്ടി ധൈര്യമില്ലാത്തതും അങ്ങനെ നിലനിൽപ്പില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മേഖലയിൽ അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനികപരമായിരിക്കുന്ന സാന്നിധ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്വയം നിലനിൽക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരെ പതുക്കെ അങ്ങോട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് നൽകുന്ന പിന്തുണ, അതായത് സൈനിക ബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് അവരെ ഒഴിവാക്കണം. ഈ കാര്യമാണ് അവർ ഈ കാര്യം ഇറാൻ പറഞ്ഞതോടനുബന്ധിച്ച് ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക ആസ്ഥാനങ്ങൾ ഇറാൻ്റെ മിസൈൽ പരിധിയിലാണ് എന്നുള്ള കാര്യം ഞങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ശേഷിക്കുന്ന, അതായത് ഇറാൻ്റെ ആക്രമണം നടത്താത്ത അല്ലെ അക്രമത്തിൻ്റെ അതിൻ്റെ കാഠിന്യം കിട്ടാത്ത പല മേഖല ഇപ്പോഴും ശേഷിക്കുന്നുണ്ട് അറേബ്യൻ രാജ്യം. അതൊക്കെ ഞങ്ങളുടെ മിസൈലിൻ്റെയും ഞങ്ങളുടെ ചാരസംഘത്തിൻ്റെയും വലയത്തിലാണ്. തങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഏത് സമയത്തും ആക്രമിക്കാൻ പാകത്തിലാണ് അതിൻ്റെ സംവിധാന കാര്യങ്ങളുള്ളത് എന്ന് ചുരുക്കം. ലെബനാൻ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു പരാമർശം കൂടി ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ നടത്തുന്നു. ലെബനാനിൽ വെടിനിർത്തൽ ഇത് ഞങ്ങൾ വിഷയമാക്കിയിരിക്കുന്നു. ഇതുവരെ ഇല്ലാത്തതായിരുന്നു. ഇപ്പം നിലനിൽക്കുന്ന രാജ്യത്തിലെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ലെബനാൻ ഞങ്ങൾ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം അത് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി തങ്ങൾക്കുണ്ടാകുന്ന ഏകോപനപരമായിരിക്കുന്ന നിലപാട് ഉറക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അപ്പുറമായ രീതിയിൽ മറ്റൊരു രീതി കൂടി അവർ പറയുന്നുണ്ട്. ഞങ്ങളുടെ പ്രോസി വിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകുക. അവരൊറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന പ്രവൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ഇടപെടുന്ന രീതിയിലേക്ക് തങ്ങളുടെ നയ നിലപാടുകൾ ഞങ്ങൾ മാറ്റും. അഥവാ ഇപ്പോൾ പ്രോക്സി വിഭാഗം എന്ന് പറഞ്ഞാൽ ഇത് ലെബനാനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഗ്രൂപ്പാണ്, യമനിൽ പ്രവർത്തിക്കുന്ന ഹൂത്തികളാണ്, ഈ ഇറാഖിൽ പ്രവർത്തിക്കുന്ന ഷിയ മിലിഷ്യ വിഭാഗമാണ്, ബഹ്റിൻ്റെ അകത്ത് അങ്ങനെ ഉണ്ട്, പല രാജ്യങ്ങളിലകത്തും സിറിയയിലുണ്ട്, പല രാജ്യങ്ങൾക്കകത്തും യഥാർത്ഥത്തിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട മിലിഷ്യ വിഭാഗം പ്രവർത്തിക്കുന്നു. അവർ തങ്ങളുടെ സൗഹൃദ വിഭാഗത്തിൻ്റെ ഭാഗമാണ്. അവർ തങ്ങളെ സഹായിക്കും. അവർ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന സമയത്ത് അതിൽ ഇറാൻ ഇടപെടും എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ആർക്കൊക്കെ ഭയപ്പാടുണ്ടാക്കുന്നത്? അമേരിക്കയ്ക്കും ഇസ്രായേലിനും അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾക്കും. അതിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഘനമുള്ള കാര്യം ഇങ്ങനെയാണ്: ഉയർച്ചയുള്ള അല്ലെങ്കിൽ കെട്ടിപ്പടുത്തിയിരിക്കുന്ന നിങ്ങൾ നിർമ്മിക്കുന്ന
സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന സംവിധാനം അങ്ങനെ തന്നെ സുരക്ഷിതമാണ് എന്ന് നിങ്ങൾ കരുതേണ്ട കാര്യമില്ല. ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമാധാന രീതിയിലൂടെ നീങ്ങാത്തിടത്തോളം കാലം അതിനൊക്കെ സാരമായിട്ട് ബാധിക്കപ്പെടുന്ന രീതി ഉണ്ടാകും എന്നുകൂടി പറയുന്നു. പിന്നീട് കടലുമായിട്ട് ബന്ധപ്പെട്ടാണ്, കടലിലാണ് തങ്ങൾ എല്ലാ രീതിയിലുള്ള പ്രാക്ടിക്കലും നടത്തിയത്. തങ്ങളുടെ അതിർത്തി പങ്കിടുന്ന എല്ലാ കടലിൻ്റെയും നിയന്ത്രണങ്ങളും സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധനമുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ സംവിധാന കാര്യങ്ങൾ തങ്ങൾ കൃത്യതയോടുകൂടി ഒരുക്കിയിരിക്കുന്നു. ആകാശത്തും ഭൂമിയിലും കരയിലും ഒരേ സമയത്ത് യുദ്ധം ചെയ്യാനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ തങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മാത്രമല്ല, 15 ദിവസം വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം അമേരിക്ക നടത്തിയതോടുകൂടി ഞങ്ങൾ വെറുതെ വിശ്രമിച്ചതല്ല, പകരം ഞങ്ങളുടെ ആയുധ സംഭരണി ശക്തമാക്കുകയായിരുന്നു ചെയ്തത്. തുറക്കപ്പെടാത്ത നൂറുകണക്കിന് പർവ്വത നിരകളുടെ തായ്വാരത്ത് ഞങ്ങളുടെ ആയുധങ്ങൾ ഇപ്പോഴും വിശ്രമിക്കുകയാണ്. അവിടെ വിശ്രമ കാലാവധി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ച കാഠിന്യമായിരിക്കുന്ന ആയുധങ്ങളിലെ ഏകദേശം 40 ഇരട്ടിയോളം പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ നിലവറയിലുണ്ട് എന്ന് ഞങ്ങൾ ഈ ഘട്ടത്തിൽ പറയുന്നു. അത് എല്ലാ കാര്യങ്ങളും ഞങ്ങളങ്ങനെ പുറത്ത് പറയാറില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് പതുക്കെ ഈ ഫലസ്തീനിലേക്ക് അടുത്തിരിക്കുന്നു. ഈ കാര്യങ്ങൾ ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ ഹമാസ് എന്ന് പറയുന്ന ചെറിയ വിഭാഗത്തെ ഒതുക്കിയത് കൊണ്ട് പ്രശ്നങ്ങൾ തീരുമെന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്. ഇതിൻ്റെ അടിത്തറ അല്ലെങ്കിൽ ഇതിൻ്റെ തലച്ചോറ് പ്രവർത്തിക്കുന്ന ഇസ്രായേലാണ്. അവരെയാണ് എന്ത് ചെയ്യണം, തകർക്കുന്നുണ്ട്. അവർ തകർക്കാത്തടത്തോളം കാലം ഒരിക്കലും നമ്മൾക്ക് വിശ്രമപരമായിരിക്കുന്ന ഒരു ജീവിതം അനുഭവിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇറാനിലെ ഇതിൽ കക്ഷിയായിട്ട് വരുന്നത്. ഇറാനെതിരെ പലതരത്തിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ 2023 ഒക്ടോബർ 7 അക്രമം നടത്തിയതിന് ശേഷമുള്ള ആ ഒരു മാസം അല്ലെ 1.5 മാസ കാലയളവിൽ തന്നെ അമേരിക്ക യുദ്ധക്കപ്പലിനെ ഈ മെഡിറ്ററേനിയൻ കടലിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതിനപ്പോൾ അങ്ങോട്ട് അയക്കുന്നത്, നിങ്ങൾ യുദ്ധമായിട്ട് കക്ഷിയല്ലല്ലോ. അല്ല, ഞങ്ങൾ കക്ഷിയൊന്നുമല്ല, കക്ഷി ചേരാൻ ഞങ്ങൾ താല്പര്യമില്ല. പകരം ഇസ്രായേലിനെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് തിരിച്ചടി നൽകും. ഏതെങ്കിലും രാജ്യം? ഇറാൻ അല്ലാതെ മറ്റൊരു രാജ്യമില്ലല്ലോ. അപ്പോൾ അന്നേ ഇറാൻ ലക്ഷ്യമാണ്. അപ്പോൾ ഇപ്പോൾ ആ കാര്യം കൃത്യമായ രീതിയിൽ പറയും. അന്ന് ഇസ്രായേൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് യഥാർത്ഥത്തിൽ ഇറാൻ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കും. ഈ യുദ്ധത്തിൽ ഒരിക്കലും ഇറാനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ലെന്ന് അമേരിക്ക തന്നെ ഉറപ്പിച്ചതാണ് ഇസ്രായേലും. അവരുടെ മാരകമായിരിക്കുന്ന പ്രഹരശേഷിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത പരിതസ്ഥിതി ഉണ്ടാകുന്നു. ഇറാൻ്റെ അകത്ത് ആഭ്യന്തര കലാപങ്ങളും പ്രശ്നങ്ങളും പ്രതീക്ഷിച്ച അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിൻ്റെ അകത്തും ഇസ്രായേൽ രാജ്യത്തിൻ്റെ അകത്തും ഇതേപോലെ യുദ്ധവിരുദ്ധ റാലികളും പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉണ്ടാകുന്ന തരത്തിലേക്ക് ഈ യുദ്ധത്തിൻ്റെ റൂട്ട് മാറ്റാൻ വേണ്ടി ഇറാന് സാധിച്ചു, അല്ലെങ്കിൽ IRGCക്ക് സാധിച്ചു. അവരിൽ വിജയിക്കുകയും ചെയ്തു. ആണവായുധ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിരന്തരം ആക്രമണം നടത്തി അമേരിക്കയും ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ടും അവരുടെ കയ്യിൽ ആണവായുധത്തിൻ്റെ ശേഷി ഉണ്ട് എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നു. അതാണ് ഈ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നത്. സമ്പുഷ്ട യുറേനിയം കൈമാറണം എന്ന് പറഞ്ഞാൽ സമ്പുഷ്ട യുറേനിയം നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ 3 മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിരന്തരം ആക്രമണം നടത്തിയ അമേരിക്ക. എന്നിട്ടും ഇത്രയും വലിയ സൈനിക സംവിധാനമുള്ള ശക്തി ആക്രമിച്ചിട്ടും അതെന്തുകൊണ്ട് നശിച്ചിട്ടില്ല എന്ന ചോദ്യത്തിന് അവർക്ക് ഇപ്പോഴും ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇപ്പോഴും അമേരിക്ക പേടിക്കുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ കൈവശത്തിൽ ആണവായുധം ഉണ്ടോ എന്നൊരു സംശയം നിലനിൽക്കുന്നു. അപ്പോൾ ഈ അവരുടെ സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ അത് അവസാനം. പക്ഷേ ഇറാൻ എന്ത് ചെയ്തുകൊണ്ട് തങ്ങളുടെ കൈവശത്തിൽ ആണവായുധം ഉണ്ടെങ്കിൽ അത് ചർച്ച വരാതിരിക്കാൻ അവരുടെ കൈവശത്തിലുള്ള യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പിന്നെ മറ്റേ കാര്യം, ഇത് യുറേനിയം അവരുടെ കയ്യിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈമാറി എന്ന് കരുതുക ഒരു വാദത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ പിന്നീട് IRGC എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയെ കൊണ്ട് പരിശോധന നടത്താൻ വേണ്ടിയിട്ട് ഉത്തരവ് അമേരിക്ക പുറപ്പെടുവിക്കും. പിന്നീട് അവർ നിരന്തരം ഏകദേശം ഒരു വർഷത്തോളമൊക്കെ ഉണ്ടാവും ഈ പരിശോധന എന്ന് പറയുന്നത്. പരിശോധിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടെത്തി എന്ന് വെറുതെ പറഞ്ഞാലും പിന്നീട് ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങും. ഇറാഖിലെ സദ്ദാം ഹുസൈൻ ഉണ്ടായത് അതാണ്. അവിടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. അവിടെ മുഴുവൻ പരിശോധിച്ചു. എന്നാലും ഉണ്ടോ എന്നൊരു സംശയമാണ് പറഞ്ഞത്. അങ്ങനെയാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. യുദ്ധം നടന്നു, യുദ്ധമൊക്കെ കഴിഞ്ഞു, സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി അങ്ങനെ ഭരണ അട്ടിമറിയൊക്കെ ചെയ്തതിന് ശേഷം ഈ ബ്രിട്ടീഷ് മന്ത്രിയായിരിക്കുന്ന ടോണി ബ്ലെയർ പറഞ്ഞ കാര്യം എന്താണ്? തങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളുടെ ഇൻഫർമേഷനിൽ എവിടെയോ ചെറിയ മിസ്റ്റേക്ക് വന്നു. അങ്ങനെ പറയുന്ന സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു ഭരണം അട്ടിമറിയപ്പെട്ടിട്ടുണ്ട്. പ്രസിഡൻ്റായിരിക്കുന്ന സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിട്ടുണ്ട്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ഗവൺമെൻറ് തലത്തിലുള്ള ഒരുപാട് ആളുകളെ കാണാതായിട്ടുണ്ട്.
പിന്നീട് കൊല്ലപ്പെട്ടതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും കണ്ടെത്താത്തവരുണ്ട്. അങ്ങനെ ഒരു രാജ്യം അട്ടിമറിയുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന ദുരന്തവും പ്രശ്നങ്ങളും ചെറുതൊന്നുമല്ല. ഏറ്റവും കൂടുതൽ സോറിയിൽ അത് അവസാനിച്ചു. സമാനമായിരിക്കും സ്ഥിതി ഉണ്ടാകും എന്ന് ഇറാന് കൃത്യമായ രീതി അറിയാവുന്നത് കൊണ്ട് അവരെന്ത് ചെയ്തു, സമ്പുഷ്ട യുറേനിയത്തെ പിടിച്ച് തൂങ്ങിയിട്ട് അവർ പറയുന്നു ഇത് ഞങ്ങൾ വിട്ടുതരിക, ഞങ്ങളുടെ അഭിമാന വിഷയമാണെന്നുള്ളത്. യഥാർത്ഥത്തിൽ അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ടാവും. ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ചർച്ച ചെയ്യാൻ അവർ സാധിക്കാത്ത വിധം, അല്ലെങ്കിൽ അതിലേക്ക് വിഷയങ്ങൾ എത്തിക്കാത്ത രീതിയിൽ ഈ സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നിടത്തേക്ക് ഇറാൻ ഈ വിഷയത്തെ കൊണ്ട് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് അവരുടെ നയതന്ത്ര വിജയമായിട്ട് തന്നെ നമ്മൾക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.